ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളതിനെ പൂർണ്ണമായിട്ടും കേരളത്തിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ഒരു പെൺകുട്ടി എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ ദാ ലവ് ജിഹാദിൻ്റെ ഇരയായി ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്നുള്ളത് എഴുതി വെച്ചിട്ട് ആ പെൺകുട്ടി മരിച്ചു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടൊക്കെ എഴുതി തള്ളാനായിട്ട് കുറേ വെമ്പൽപ്പെടുന്നുണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഈ പറയുന്ന ജിഹാദി പ്രേമമുള്ളവരും ഒക്കെ. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിരന്തരമായി നടന്നിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ നമ്മളിപ്പോൾ മിക്കവാറും ഈ പറയുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ മിക്കവാറും വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഈ ഒട്ടിച്ചിരിക്കുന്ന ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ മതി. മിനിമം ഒരു രജിസ്റ്റർ ഓഫീസിൽ മിനിമം 5 കാണും നമ്മൾക്ക് ഇത്തരത്തിലുള്ള വിവാഹത്തിൻ്റെ രേഖകൾ നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയും. ഇതപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അല്ല, എത്രയോ വർഷങ്ങളായിട്ട് ഞാനിത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ABC-യിൽ തന്നെ നമ്മളൊരു ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോനയുടെ മരണശേഷം ലവ് ജിഹാദിനെ കുറിച്ച്. അത് കണ്ടിട്ട് ധാരാളം പേര് വാട്സാപ്പിൽ വന്നിട്ട് എനിക്ക് ഇൻഫർമേഷൻസ് അയച്ചു തരാൻ തുടങ്ങി. ഒരു കാര്യം പറയാണ്ട്, ഇപ്പോൾ സോന അച്ഛൻ മരിച്ച ഒരു കുട്ടിയാണ്, അവർ കണ്ണീരോടെ എഴുതിയിരിക്കുകയാണ് ഇന്ന കുട്ടികൾ ഡോട്ടർ ഓഫ് എന്ന് പറഞ്ഞ അമ്മയുടെ പേരാണ്. അതിനർത്ഥം അച്ഛൻ അവരുടെ കൂടെ ഇല്ല എന്നാണ് അർത്ഥം. അതൊരു ഈസി ടാർഗറ്റാണ്. ഒരു സ്ഥലത്ത് മാത്രം 13 ഇങ്ങനത്തെ, അതായത് അന്യമതസ്ഥനായ ഒരു പുരുഷൻ്റെ കൂടെ തുറന്ന് പറയാം, മുസ്ലിം ആൺകുട്ടിയും ഹിന്ദു പെൺകുട്ടികളുണ്ട്, ക്രിസ്ത്യൻ പെൺകുട്ടികളുണ്ട്. അതിൽ 13 ഉള്ളതിൽ 6 അമ്മയാണ്, സിംഗിൾ പേരൻ്റാണ്, അത് അമ്മയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഈസി ഇതാണ്, അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു അനിയത്തിയോ ചേച്ചിയോ അല്ലെങ്കിൽ ചേട്ടനോ അനിയനോ ആയിരിക്കും, പക്ഷേ അവർക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിൻ്റെ പുറകിൽ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു വലിയൊരു സമൂഹം പുറകിലുണ്ട്. എന്തൊരു പരമവീര ജ്യോതി അവാർഡൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന, രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് വലിയ അവാർഡുമായിട്ട് വീട്ടിൽ വരുന്ന ഒരു പുരുഷനെ സ്വീകരിക്കുന്നത് പോലെയാണ് ഈ പെൺകുട്ടിയും കൊണ്ടുവരുന്ന ഈ ആൺകുട്ടിക്ക് കിട്ടുന്ന സ്വീകരണം. വേറൊരു കാര്യം ഒരു മാന്യ വ്യക്തി പറഞ്ഞത്, നമ്മളൊക്കെ ട്രോഫി കൊടുക്കും, 10ാം ക്ലാസ് 12ാം ക്ലാസ്സൊക്കെ പാസ്സാകുമ്പോൾ ട്രോഫി കൊടുക്കും. ഇതുപോലെ 12ാം ക്ലാസ് പാസ്സായി അല്ലെങ്കിൽ എൻജിനീയറിങ് അങ്ങനത്തെ ഇതൊക്കെ പാസ്സാവുന്ന കുട്ടികളെ വിളിച്ചിട്ട് വലിയ ഹോട്ടലിലൊക്കെ വിളിച്ചിട്ട് കൊടുക്കുന്നത് വില കൂടിയ ആപ്പിൾ പോലത്തെ ഫോൺ, വലിയ വലിയ ലാപ്ടോപ്പ്, നോട്ട് പാഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ചില സമയത്ത് അവർക്ക് നല്ല ബൈക്കുകൾ, അത് ഇതൊക്കെ അവരുടെ ലുക്സും കാര്യങ്ങളുമൊക്കെ എത്രമാത്രം വളക്കാൻ യോഗ്യനാണെന്ന് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ സാധാരണ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അല്പം ഒരു ഇതിൽ താമസിക്കുന്നവർക്കൊക്കെ ഇതിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇതൊക്കെയോ ആപ്പിളോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ മറ്റേ കുത്തുന്ന സാധാരണ ഫോണായിരിക്കും, അല്ലെങ്കിൽ 6000 രൂപ 7000 രൂപയുടെ ഒക്കെ ഫോണായിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുന്നത്. അതുകൊണ്ട് നല്ല ബൈക്കുകൾ, നല്ല ഷർട്ടുകൾ അങ്ങനത്തെയൊക്കെ ഇട്ട് ചെല്ലുമ്പോൾ പെൺകുട്ടികൾ തന്നെ ആകർഷിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു ആൺകുട്ടിയെ വെച്ചിട്ട് 3-4 പെൺകുട്ടികളെയൊക്കെ വളച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടിട്ടുള്ള കാര്യങ്ങളാൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഒരിക്കൽ ഞാൻ രാവിലെ പുറത്ത് പോകുമ്പോൾ ഞങ്ങളുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ചേട്ടൻ ഭയങ്കര വെപ്രാളപ്പെട്ട് ഓടുന്നു. നിൽക്കൂ ഹലോ അയ്യോ നിൽക്കാൻ സമയമില്ല പത്മജ, ഓടിക്കൊണ്ടാ പറയാം, നിൽക്കാൻ സമയമില്ല, തിരുവനന്തപുരത്ത് നിന്നൊരു പെൺകുട്ടിയെ കാണാണ്ട് പോയിട്ടുണ്ട്, ഞങ്ങളതിൻ്റെ പുറകെ ഓടുക. അപ്പം എനിക്ക് ആ സമയത്തൊന്നും ഇത്രയും ഞാൻ ഇൻവോൾവ് അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചേട്ടൻ എന്താ പേര്, ചേട്ടൻ എന്തിനാ തിരുവനന്തപുരത്ത് പെൺകുട്ടിയെ കാണാണ്ടായാൽ ഈ ചേട്ടൻ എന്തിനാണ് ഇവിടെ കൂടി ഇങ്ങനെ ഓടുന്നതെന്ന്. പിന്നെ വൈകുന്നേരം ഞാൻ വന്നിട്ട് ചേട്ടൻ എന്തെന്നോ ഓട്ടോ ഓടിയേ, ഒന്ന് രാവിലെ കണ്ടെന്നോ ഹലോ പറയണ്ടേ നടക്കുക. അയ്യോ അല്ല പത്മജ, ഇങ്ങനെ നമ്മുടെ ഒരു പെൺകുട്ടിയെ ഒരു മുസ്ലിം പയ്യൻ കൊണ്ടുപോയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ ഇപ്പോൾ കുഴപ്പം? അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, അത് വേറെ തരത്തിൽ ഇതാണ്, ആ കുട്ടി നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് വിചാരിക്കണം, അച്ഛനും അമ്മയും വളരെ അപ്സെറ്റാണ്. അപ്പം എറണാകുളത്ത് കൂടിയാണല്ലോ മറ്റേ ഇവരുടെ ഈ മതമാറ്റ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓടിയതായിരുന്നു. അങ്ങനത്തെ ധാരാളം കേസുകളുണ്ട്. ഒരു ദിവസം ഞാൻ പത്മജയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ നടന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ കുറേ ഇപ്പോൾ പ്രേമനെയൊക്കെ പോലെ നല്ല യങ്സ്റ്റേഴ്സായിട്ടുള്ള അഡ്വക്കേറ്റ്സിൻ്റെ ഒരു സംഘമുണ്ട്. അവർ അവരുടെ കമ്പ്യൂട്ടറിൽ കാണിച്ചെന്ന ഓരോ കഥയും കേരള സ്റ്റോറിയുടെ ഒരു വേർഷനായിരുന്നു. കേരള സ്റ്റോറി നമ്മൾ എങ്ങനെ കണ്ടു പകച്ചുപോയ പലരും ഉണ്ട്. അതിൻ്റെ ഓരോ കഥകളാണ് എൻ്റെ മുന്നിൽ കൂടെ കടന്നുപോയത്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്കിങ്ങനെ കുറേ പേര് അയച്ചു തന്നല്ലോ. ഞാനപ്പോൾ ഒരു ഇതിനു വേണ്ടി നമ്മളുടെ
ചുറ്റുവട്ടത്തുള്ള കുറേ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ പോയി. പലതും നമുക്ക് വായിക്കാനേ പറ്റൂല കേട്ടോ. ഇങ്ങനെ ഒരു കടലാസ് ഇങ്ങനെ കിടക്കണമെങ്കിൽ ഒരു കടലാസ് ഇങ്ങനെ കിടക്കണം. നമ്മൾ ഈ ഫോണിലെടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകും, ഇങ്ങനെ വന്നിരിക്കുന്ന വാട്സാപ്പ് മെസ്സേജസ് നമ്മൾ റൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ നമ്മൾ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം. പലതിലും നമുക്ക് മനസ്സിലാവുകയില്ല പേരുകൾ, എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ നമ്മൾ പല സ്ഥലത്തും പോയി നോക്കി ഇതിൻ്റെ ഒരു ശരിയാണോ, ആരെങ്കിലും തന്ന ഇൻഫർമേഷൻ നമ്മൾ സംസാരിക്കാൻ പാടില്ല ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ. അപ്പോൾ ഞങ്ങളത് പോയി കണ്ടു. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞു, അത് ഞങ്ങൾ ഇവിടെ, ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ, എങ്ങനെ രണ്ടാൾക്കാർ വന്നാക്കി കഴിഞ്ഞാൽ ഇവിടെ തൂക്കിയിട്ടു. ഇപ്പോൾ ഇതെങ്ങനെ അറിയും? അല്ല, എറണാകുളത്തു നിന്നൊരു പെൺകുട്ടിയുണ്ടെങ്കിൽ നമ്മളിവിടെ വയ്ക്കും, ആൺകുട്ടി കൊല്ലത്തു നിന്നാണെങ്കിൽ ഞങ്ങൾ കൊല്ലത്തെ രജിസ്ട്രാർ ഓഫീസിലേക്ക് ഇപ്പം തന്നെ എൻട്രി ചെയ്യും. അവർ അന്ന് തന്നെ അത് പ്രദർശിപ്പിക്കണം 30 ദിവസം. അല്ല, ഇനി ഇവിടുന്ന് ആൺകുട്ടിയുണ്ട്, ഒരാൾ ഇവിടെ നിന്ന് തന്നെയായിരിക്കും, പെൺകുട്ടി ഇപ്പം കണ്ണൂരിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നാണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 2 പേരും കൂടെ വന്ന് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവിടെ കാണാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവിടെ കാണാൻ പറ്റില്ല. അതായത് 18 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടിയുടെ പേരൻസും 21 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടിയുടെ പേരൻസും, അതാണ് കല്യാണപ്രായം, എപ്പോഴും 30 ദിവസത്തിനുള്ളിൽ ഇടയ്ക്ക് അവരുടെ അടുത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി നോക്കണം മകൻ്റെയോ അല്ലെങ്കിൽ മകളുടെയോ പേര് അവിടെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ ചോദിക്കാണ്, ഒരു അമ്മയുടെ പ്രായം എനിക്കുണ്ട്, പ്രിയൻ്റെ ഇത് വെൽവിഷറാണ് ഞാനെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോൻ്റെ പടം വരുന്നുണ്ടോ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞു, ഒരു അമ്മയ്ക്കും അച്ഛനും, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ആവട്ടെ, അവർ വീട്ടിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുത്താൽ എന്താ? അല്ല, അവർ പ്രായപൂർത്തിയായ ആൾക്കാർ, അവരുടെ പ്രൈവസിയിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു, നമ്മളൊരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് സംശയമുണ്ട്, പേടിയുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു സ്പെഷ്യൽ റൂള് പോലെ ഗവൺമെൻറ്റിന് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും പ്രിയൻ? തീർച്ചയായും വാട്ട് യു തിങ്ക് ആസ് എൻ യങ്സ്റ്റർ? അപ്പൊ നിങ്ങൾക്ക് സഹോദരി ഉണ്ടാകാം. എന്താ ഒളിക്കാനുള്ളത്? ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടുകാരറിഞ്ഞാൽ എന്താ കുഴപ്പം? അതെ, വിവാഹ പ്രായമായിട്ടല്ലേ കഴിക്കുന്നത്. അപ്പൊ അവിടെ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് കേൾക്കാനും കൂടെ തയ്യാറാവണം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് നമ്മളുടെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം, പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മറ്റുള്ളവർ അറിഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോൾ അവരറിയണം, വീട്ടുകാരറിയണ്ടേ, വീട്ടുകാരുടെ ആശീർവാദത്തോടെ നടത്തണ്ടേ. പ്രത്യേകിച്ചും ഹിന്ദുക്കൾ എന്ന് പറയുന്നത് സെക്യുലറാണ്. സെക്യുലർ എത്രയോ മതങ്ങൾക്ക് ഇവിടെ വന്ന് ഏറ്റവും നല്ല നിലയിൽ അവരുടെ മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും പഠന സൗകര്യങ്ങൾ ഉണ്ടാക്കാനും സ്ഥലങ്ങൾ വരെ ദാനം ചെയ്ത രാജാക്കന്മാരുടെ ഒരു രാജ്യമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യം മിസ്യൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അച്ഛനും അമ്മയും അറിയണ്ടേ, ഈ പെൺകുട്ടികൾക്ക് എപ്പോഴും തിരിച്ചു വരാൻ ആരുള്ളൂ? എന്തിനാ അവർ ആത്മഹത്യ ചെയ്യുന്നത്? അവർക്ക് പേടിച്ചിട്ടില്ല. അച്ഛൻ്റെ അമ്മയുടെ അനുവാദത്തോട് കൂടിയാണ് ഈ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ 2 കൈ നീട്ടി സ്വീകരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോടും എനിക്ക് പ്രിയനൊരു കാര്യം പറയാനുണ്ട്. അവരും മക്കളൊരു തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ചോരയാണ്, അവരെ തിരിച്ച് ആക്സെപ്റ്റ് ചെയ്യണം. നീ എപ്പോഴാണെങ്കിലും നീ പോയില്ല അവൻ്റെ കൂടെ, നിങ്ങൾ വാതിൽ വെച്ച് പിണ്ടം വെച്ചു, ആ പിണ്ടം വയ്ക്കലൊന്നും വേണ്ട. നമ്മളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ഈ പ്രിയൻ, ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് ചെറുപ്പക്കാരൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം, നമുക്ക് അങ്ങനത്തെ ഒരു നിയമം വേണ്ടേ? തീർച്ചയായും വേണമെന്നാണ്. അത് വീട്ടുകാരറിയട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരു ഇതിന്ന് എനിക്ക് അയച്ചു കിട്ടിയതാണ്. 24 വയസ്സുള്ള പയ്യൻ, നമ്മുടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന പയ്യനാണ്. ബസ്സിലെ കണ്ടക്ടർ. അതിനൊന്നും ഞാനൊരു കുഴപ്പവും കാണുന്നില്ല. വയസ്സിലാണ് എനിക്ക് കുഴപ്പം, 24 വയസ്സെന്നുള്ളതിൽ. പെൺകുട്ടിക്കാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ജോലിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കുമുള്ള പ്രണയവിവാഹമാണോ അതോ വേറെ എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ട്രാപ്പാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാനത് സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ ഓഫീസർ ഇതൊക്കെ സംസാരിക്കാൻ പാടില്ല, ഇത് ഞങ്ങൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആണെന്ന് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. വളരെ നല്ല കാര്യം. സിറ്റിസൺസ് ഓഫ് ഇന്ത്യക്ക് സമാധാനത്തോടെ ജീവിക്കണ്ടേ? ഈ സിറ്റിസൻ്റെ, പെൺകുട്ടി സിറ്റിസൻ്റെയും ആൺകുട്ടി സിറ്റിസൻ്റെയും അച്ഛനമ്മമാർക്ക് മൃതദേഹത്തിൻ്റെ അടുത്തിരുന്ന് പൊട്ടിക്കരയാൻ പറ്റില്ല. ആ ഒരു അമ്മ എന്നുള്ള വിചാരത്തിൽ ചോദിച്ചത് താങ്കൾ എന്തിനാണ് ഇത്ര എജിറ്റേറ്റഡ് ആവണത്? ആ ഒരു ഇതിൽ അർത്ഥത്തിൽ അത് അങ്ങനെ മാത്രം കണ്ട അതൊരു അമ്മയുടെ മനസ്സിൻ്റെ വിഷമമാണ് ഞാനിവിടെ സംസാരിച്ചത്. നിങ്ങളെന്തിനാണ് സിറ്റിസൺസിൻ്റെ കാര്യമാണ്, പ്രായപൂർത്തിയായി ഞങ്ങൾ അത് മാത്രമേ നോക്കുള്ളൂ, ഞങ്ങൾ മതം നോക്കില്ല, ജാതി നോക്കില്ല. 18 വയസ്സായോ പെൺകുട്ടിക്ക് റൈസാവാണ്, 18 വയസ്സായോ പെൺകുട്ടിക്ക്, 21 വയസ്സായോ ആൺകുട്ടിക്ക് എന്ന് മാത്രം നോക്കേണ്ട ബാധ്യതയെ ഒരു ഞാൻ സംസാരിക്കുന്ന ഉദ്യോഗസ്ഥനല്ല മറുപടി പറയുന്നത്. വേറെ ഇരുന്ന് കേട്ടിട്ട് ഏറ്റുപിടിച്ച് വരികയാണ് നമ്മളുടെ അടുത്ത്. ദാറ്റ് റൈസാവാണ്. എന്തിനാണ്?
സിറ്റിസൺസിന് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാണ് സ്കൂളിൽ നിന്ന് മനസ്സിൽ അരക്കിട്ടുറപ്പിച്ചാണ് വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനൊരു സംസാരത്തിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടല്ലോ. ഈ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോടും ഒരു ഉപദേശം എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ചേർത്ത് പിടിക്കുക. അവരുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് 2 ആൺകുട്ടികളാണ്. അവരുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അമ്മമാരോട് എനിക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, ഫ്രണ്ട്സിനോട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ ചോദിക്കും, അവന് എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ട്, ആൻറ്റി ഒന്നുമില്ല, ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തരാം. അങ്ങനെ ഒരു ബന്ധം വെച്ചാൽ മാത്രമേ ഈ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളും ലവ് ജിഹാദിൽ പെടുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ആൺകുട്ടികളും പെടുന്നുണ്ട്, ആ കുടുംബം നാമാവശേഷമായി പോകുന്നുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ അച്ഛനമ്മമാർ കുറച്ച് കരുതൽ കാട്ടിയേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ പോയി ആ ഓഫീസർമാരോട് സംസാരിക്കും, ഇതൊക്കെ നേരിട്ട് വന്ന് പറയുന്നതിന് മുമ്പ് ആധികാരികമായിട്ട് ഞാനും കൂടെ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ടതിന് ശേഷം ഒരു കാര്യം കൂടെ ഉണ്ട്, പലരിലും നമുക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഇങ്ങനെ നോക്കി, ഞാൻ വയസ്സായില്ലേ, അപ്പം എൻ്റെ സെക്രട്ടറി കൊണ്ട് നോക്കിച്ചു, അവനിങ്ങനെ നോക്കി, അവന് 29 വയസ്സേ ഉള്ളൂ, കണ്ണടയൊന്നുമില്ല, അവരും നോക്കി ഒന്നും മനസ്സിലാവില്ല. ആരാണ്, പടം ക്ലിയറാണ്, പക്ഷേ ആരാണ് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയല്ല, കൃത്യമായും വ്യക്തമായും ആൾക്കാർക്ക് മനസ്സിലാവുന്ന പോലെ അവിടെ പ്രദർശിപ്പിക്കുക. പറ്റുമെങ്കിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാം, അച്ഛനമ്മമാരെ അറിയിക്കുക. അതാണ് അതിൻ്റെ ശരിയായ പ്രൊസീജിയർ എന്ന് കരുതുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.